ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വാവല്ലേ, അപ്പോൾ ഞങ്ങൾ ഓർത്തെന്ന് വെച്ചിട്ട് ചിക്കൻ മേടിക്കാൻ ഓർത്ത്. നമ്മളെപ്പോഴും അങ്ങനെ വീട്ടിൽ ചിക്കനൊന്നും മേടിക്കത്തില്ല, നമുക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ മേടിക്കത്തുള്ളൂ. കൂടുതൽ മീനൊക്കെ എനിക്കും കൂടുതൽ ഈ കടലിലെ മീനൊക്കെ കൂടുതൽ ഇഷ്ടം കേട്ടോ. അത് ഞാൻ തിന്നും നന്നായിട്ട് കേട്ടോ. എനിക്ക് അല്ലാണ്ട് ചിക്കനൊന്നും വേണമെന്ന് നിന്നല്ലേ. അപ്പം പിന്നെ ഞാൻ ചിക്കൻ റെഡിയാക്കുന്നിടത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടേ ഉണ്ടായിരുന്നു. അപ്പം ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് സവോളയൊക്കെ ആശനരിഞ്ഞ് തരണം. ഒരേ മൂഡ് പോലെ ഇരിക്കുമോ. ചില സമയത്ത് നമ്മൾ എത്ര പറഞ്ഞാലും ഒന്നും ചെയ്തു തരികയല്ല, ചില സമയത്ത് നമ്മളോട് ഇങ്ങോട്ട് പറയേണ്ടി ഞാൻ ചെയ്തു തരാം. അപ്പോൾ അവിടുത്തെ തന്നെ 2-3 കഷ്ണം എടുത്ത് വറുത്ത് കൊടുക്കാമെന്ന് ഓർത്ത്. അത് ഞാൻ വറുക്കാനായിട്ട് എല്ലാ അരപ്പൊക്കെ തേച്ച് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലിട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിടിക്കണമല്ലോ. പിന്നെ ഞാൻ സവോള വഴറ്റി പൊടി ഐറ്റംസൊക്കെ ഇട്ട്, അപ്പം ചിക്കൻ മസാല ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഓടിപ്പോയി ചിക്കൻ മസാല മേടിച്ചുകൊണ്ട് വന്നതായിട്ടാ. അതാണ് ആ കവർ പോലും ഞാൻ പൊട്ടിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയത് വൃത്തിയാക്കി ഞാൻ നന്നായിട്ട് സവോളയും മസാലപ്പൊടിയൊക്കെ വാടിക്കഴിഞ്ഞാണ് തക്കാളി തിന്നത്. അതാകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ആ ഒരു വെള്ളമയം കൂടി ചെല്ലുമ്പോൾ ഒന്നുകൂടി ഇതാവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ റെഡിയാക്കി വെച്ച് വേകാനായിട്ട് വെച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പുറത്ത് ഞാനൊന്നോർത്ത് പപ്പടം കൂടി കാച്ചാന്നേ. ചിക്കൻ കറി, പപ്പടം, മോര്, അതാണല്ലോ മെയിനായിട്ട് ഉള്ള കോമ്പിനേഷൻസ്. അങ്ങനെ പിന്നെ ഞാൻ പപ്പടം കൂടി പെട്ടെന്ന് വറുത്തെടുത്ത്. അപ്പോൾ സലാഡും ഉണ്ടായിരുന്നേ. അപ്പോൾ തൈര് എടുത്തപ്പോൾ ഇച്ചിരി വെള്ളം കൂടി പോയി, അത് ഇച്ചിരി ലൂസായിപ്പോയി. പിന്നെ നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ പപ്പടം ഉണ്ടായിരുന്നല്ലോ, പപ്പടവും പിന്നെ സലാഡൊക്കെ കൂട്ടി ഞങ്ങൾ രണ്ടും കൂടി വയറ് നിറച്ച് ചോറ് കഴിച്ചു. ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇച്ചിരി വീതിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ച് പിന്നെ കിടന്ന് ഞങ്ങൾ രണ്ടും സുഖമായിട്ട് കിടന്നുറങ്ങി.